മുട്ടയിൽ മുരിങ്ങയില ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്, ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കണ്ണിലേക്ക് തെറിച്ച് വീഴും. പിന്നെ നമുക്കിതിനകത്തേക്ക് നമ്മൾ തേങ്ങേൻ്റെ മിക്സാണ് ചേർക്കുന്നത്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സാണ്. അത് നമുക്കൊന്ന് അടിച്ച് ഇതിനകത്തേക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്നവരേക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി മുരിങ്ങയില വൃത്തിയാക്കുന്നതാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ച് കൂടുതൽ അളവിലെടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇലക്കറികളിലൊക്കെ ഉള്ളതാണ് മുരിങ്ങയില. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഇത്രേ ഉള്ളൂ പരിപാടി. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തൊന്ന് എടുക്കുക. ഒത്തിരി ഇട്ട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂട് ചോറിൻ്റെ മേലെ ഇട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക. ഞാനിവിടെ നല്ല വെന്ത ചൂട് ചോറിൻ്റെ മേലെയിട്ടാണ് കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കറികളൊക്കെ വേകുന്ന സമയത്ത് ആ ഒരു മണം വരുന്ന സമയത്ത് അപ്പം തന്നെ ചോറ് കഴിക്കണം. ഞാനങ്ങനെ ആവശ്യത്തിന് കറിയും ചോറും എടുത്തിട്ട് അതിൻ്റെ അവിടെ തന്നെ ഇരുന്ന് നല്ല കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക.